കടലിലെ ഏറ്റവും ബുദ്ധിയുള്ള ക്രൂരനായ കില്ലർ വെയിൽസ് അഥവാ ഓർക്കാസിനെ വേട്ടയാടാൻ തന്റേടമുള്ള ഒരൊറ്റ ജീവി ഭൂമിയിലുണ്ട്. ചെറിയ മീനുകളെ കൂട്ടത്തോടെ വായിലാക്കുന്ന മറ്റ് തിമിംഗലങ്ങളെ പോലെയല്ല ഇത്. വൻകിട ജീവികളെ മാത്രം ലക്ഷ്യമിടുന്ന യഥാർത്ഥ വേട്ടക്കാരൻ ആരാണെന്നോ ലോകത്തിലെ ഏറ്റവും വലിയ ഈ വേട്ടക്കാരൻ. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. ലോകത്തിലെ തിമിംഗലങ്ങളിൽ വലുപ്പത്തിൽ 3-ാം സ്ഥാനത്താണ് കാഷ്ലോട്ട് വെയിൽ അഥവാ സ്പേം വെയിലുകൾ. ഇവയ്ക്ക് ഏകദേശം 60 അടി നീളവും 90,000 പൗണ്ട്, അതായത് ഏകദേശം 40 ടണ്ണിലധികം ഭാരവും ഉണ്ടാകും. മറ്റു വലിയ തിമിംഗലങ്ങൾ ബ്ലൂ വെയിൽസ്, ഹംബാക്ക് വെയിൽസ് തുടങ്ങിയവ പ്ലാങ്ക്ടൂണുകളെയും ചെറിയ മീനുകളെയും ഇരയാക്കുമ്പോൾ കാഷ്ലോട്ടുകൾ വലിയ കടൽ ജീവികളെ നേരിട്ട് ആക്രമിച്ച് വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവ ഭൂമിയിലെ എക്കാലത്തെയും വലിയ വേട്ടക്കാരനായി അറിയപ്പെടുന്നത്. എന്തെല്ലാമാണ് ഇവരുടെ ഇരകൾ എന്നറിയാമോ? ജയന്റ് സ്ക്വിഡ്, ആഴക്കടലിലെ ഭീകരന്മാരായ കൂറ്റൻ കണവകളെ ഇവ ആക്രമിച്ച് തിന്നുന്നു. വലിയ സ്രാവുകളും മറ്റ് ചെറു തിമിംഗലങ്ങളും ഇവരുടെ ഡയറ്റിലുണ്ട്. ഓർക്കാസ്, സാധാരണയായി മറ്റ് തിമിംഗലങ്ങളെ വേട്ടയാടുന്ന ഓർക്കാസിനെ പോലും തിരിച്ചാക്രമിക്കാൻ കാഷ്ലോട്ട് തിമിംഗലങ്ങൾക്ക് സാധിക്കും. ഒരു കാഷ്ലോട്ട് ഒറ്റയ്ക്ക് വന്നാൽ തന്നെ കടലിലെ മറ്റ് ജീവികൾ വിറയ്ക്കും. എന്നാൽ ഏറ്റവും ഭയാനകമായ കാര്യം എന്തെന്നാൽ ഇവ 50 തിമിംഗലങ്ങൾ വരെ അടങ്ങുന്ന വലിയ കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. 90,000 പൗണ്ട് ഭാരമുള്ള 50 തിമിംഗലങ്ങൾ ഒന്നിച്ചു വന്നാൽ അത് ഏകദേശം 40 ലക്ഷം പൗണ്ട് ഭാരമുള്ള ആപത്താണ്. കടലിലെ ഫുഡ് ചെയിനിന്റെ ഏറ്റവും മുകളിൽ ഇവ നിൽക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ചുരുക്കത്തിൽ കടലിന്റെ ആഴങ്ങളിൽ ആരും എതിർക്കാൻ ധൈര്യപ്പെടാത്ത ഭൂമിയിൽ കണ്ട ഏറ്റവും വലിയ യഥാർത്ഥ രാക്ഷസ വേട്ടക്കാരനാണ് കാഷ്ലോട്ട് തിമിംഗലം. അപ്പോൾ ചോദ്യം ഇതാണ്: ആഴക്കടലിലെ ഈ പോരാട്ടങ്ങളിൽ കാഷ്ലോട്ട് തിമിംഗലവും ജയന്റ് സ്ക്വിഡും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.